പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 22-ാം ദിവസം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പരമോന്നതമായ സ്ഥാനത്തിന് അർഹനാക്കുകയും ചെയ്തു. പക്ഷേ പാപത്താൽ ഈ മഹനീയ പദം നമുക്ക് നഷ്ടപ്പെട്ടു. പരിതാപകരമായ സ്ഥിതിയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിന് അനന്ത നന്മയായ ദൈവം കാരുണ്യപൂർവ്വം തിരുമനസ്സായി. മിശിഹ അവിടുത്തെ പീഡാനുഭവവും മരണവും വഴി പൈശാചികതയിൽ അടിമപ്പെട്ട ലോകത്തെ രക്ഷിക്കുന്നു. മിശിഹായോടുകൂടി പരിത്രാണ കർമ്മത്തിന്റെ ഓരോ രംഗത്തിലും ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയെ നാം കാണുന്നുണ്ട്. അത് ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയമല്ലാതെ മറ്റാരുമല്ല. പരിത്രാണ കർമ്മത്തിന്റെ കേന്ദ്രവും അതിന് മകുടം ചാർത്തുന്നതുമായ സംഭവമാണ് കാൽവരിയിലെ മഹോന്നതമായ ബലി. പരിശുദ്ധ കന്യക മിശിഹായ്ക്ക് വിധേയയായി. മിശിഹായോട് കൂടി അവിടുത്തെ ഹോമബലിയിൽ ഏറ്റവും വലിയ സഹനത്തിലൂടെ സഹകരിച്ച് ലോകപാപത്തിന് പരിഹാരം അർപ്പിക്കുകയും മാനവകുലത്തിന് മുഴുവൻ വേണ്ടി ആ ത്യാഗം സന്തോഷപൂർവ്വം സഹിക്കുകയും ചെയ്തു. മനുഷ്യകുലത്തിന്റെ നാശത്തിന് ആദവും ഹവ്വയും ഉത്തരവാദികളായതുപോലെ അതിന്റെ പരിത്രാണ കർമ്മത്തിൽ രണ്ടാമത്തെ ആദമായ മിശിഹായും പുതിയ ഹവ്വയായ പരിശുദ്ധ കന്യകയും കാരണഭൂതരായി. സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ പരിശുദ്ധ കന്യകയെ ഹവ്വായോട് ഉപമിച്ചിരിക്കുന്നത് കേവലം ആലങ്കാരികമായിട്ടല്ല, ഈശോയും മേരിയും തമ്മിലുള്ള ഐക്യം അഗാധമായതിനാലാണ്. മിശിഹായുടെ പീഡാനുഭവത്തിന്റെ അവസരത്തിൽ മരിയാംബിക കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായിരുന്നു. മിശിഹായുടെ കൂടെ സഹിച്ച മറിയത്തിന്റെ സ്നേഹം എത്ര അപാരമാണ്. ഹൃദയവ്യഥയുടെ തീച്ചൂളയിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യക സ്വയം ഹോമിച്ചു. ഒരു വ്യക്തി പരിപൂർണത പ്രാപിക്കുന്നത് മിശിഹായുടെ പരിത്രാണ കൃത്യത്തിൽ എത്രമാത്രം സഹകരിക്കുന്നുവോ അതിന്റെ തോതനുസരിച്ചാണ്. നരകുല പരിത്രാതാവായ മിശിഹ കഴിഞ്ഞാൽ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ദൈവമാതാവാണെന്ന് നിസ്തർക്കം പറയുവാൻ സാധിക്കും. അതിനാൽ പരിശുദ്ധ കന്യകയെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. തന്നിമിത്തം എല്ലാ മനുഷ്യരും ഈ മാതാവിനെ ബഹുമാനിക്കുകയും അവിടുത്തെ അപദാനങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രാർത്ഥന. ദൈവമാതാവേ, അവിടുത്തെ ദിവ്യസുതനോടുകൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായി പങ്കുവഹിച്ചുവല്ലോ. ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട്. ദിവ്യനാഥേ, ഞങ്ങളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ ദിവ്യസുതന്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അക്കത്തോലിക്കരുടെ പുനരൈക്യത്തിനും ഇടയാകട്ടെ. നാഥേ, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ. ഞങ്ങളെ സഹായിക്കണമേ. സുഹൃതജപം. കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ. കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ. കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ.